ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ ചങ്ക് പൊട്ടി തന്നെയാണ് കണ്ടത്. നമ്മളെന്ന് പറഞ്ഞാൽ ചിലവരൊക്കെ ചങ്ക് പൊട്ടി കാണും, പെട്ടെന്ന് ഈ ഇമോഷണൽ ആകുന്നവരൊക്കെ ചങ്ക് പൊട്ടൂലോ. സത്യത്തിൽ എനിക്കും അങ്ങ് എന്തോ പോലെ ആയിപ്പോയിട്ടോ. നമ്മുടെ സച്ചിയുടെ ആ ഒരു സിറ്റുവേഷനും നമ്മുടെ ചന്ദ്രയുടെ ആ ഒരു കരച്ചിലും, ചന്ദ്ര സത്യത്തിൽ ചന്ദ്ര അല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സച്ചി കാറ് വിറ്റിട്ട് ആ പൈസയും കൊണ്ട് വന്നപ്പം നീ നിന്റെ പ്രാണൻ വിറ്റിട്ടല്ലേ വന്നത്, അപ്പൊ പിന്നെ എൻ്റെ രവിയേട്ടന് വേണ്ടി ഞാൻ ഇത്രമെങ്കിലും ചെയ്യണ്ടേ? ഇതൊക്കെ ഇട്ട് നടന്നിട്ട് എന്താ, എൻ്റെ രവിയേട്ടൻ ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നും പറഞ്ഞാണ് ആ മാലയും, എന്താ താലിമാലയാന്ന് ഓർത്തോണം, താലിമാലയും വളയും ഒക്കെ അങ്ങ് ഊരി കൊടുത്തു. ഇതൊക്കെ കണ്ടിട്ട് മാറി ഒരാൾ നിപ്പുണ്ട്, നമ്മുടെ രേവതി. ഭയങ്കരമായിട്ടും കുറ്റബോധമാണ് നമ്മുടെ രേവതിക്ക്. രേവതിയും കൂടി ഇതിലൊരു പാർട്ടായിട്ട് തീർന്നല്ലോ. രേവതിയും കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. അറിഞ്ഞോ അറിയാതെയോ താനും ചെയ്ത തെറ്റാണല്ലോ എന്നൊരു ചിന്തയുണ്ട്. അതൊക്കെ കണ്ടിങ്ങനെ ചങ്ക് പൊട്ടി നിൽക്കുന്നു രേവതി. ഇതേ സമയം നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് സുധി കടന്നു വരികയാണ്. അപ്പം സുധി പറയാ, നിങ്ങളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തു എൻ്റെ അച്ഛന് വേണ്ടി, പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. ദേ ഈ മാല മാത്രമേ ഉള്ളൂ സച്ചി, ഇത് മാത്രം എൻ്റെ കയ്യിൽ ആകെ ഉള്ളത്. അതുകൊണ്ട് ഇന്നാ ഈ മാല ഒരു കാര്യം ചെയ്യേ, ഇതുകൂടെ നീ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുവോ പണയം വെക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യേ, എനിക്ക് എൻ്റെ അച്ഛൻ്റെ ജീവൻ മാത്രം തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്കും സങ്കടം വന്നു കേട്ടോ. കാരണം എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും മക്കളും അമ്മയും ഒക്കെ തമ്മിലുള്ള ആ ഒരു ബന്ധം ഒരിക്കലും അറുത്ത് മുറിച്ച് മാറ്റിക്കളയാൻ പറ്റുന്നതല്ല എന്ന് ഉള്ള ആ ഒരു സത്യങ്ങളൊക്കെ ആട്ടോ നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ മനസ്സിലാകുന്നത്. ഏതായാലും ഇത്രയൊക്കെ കേട്ടു, ഇത്രയൊക്കെ പറഞ്ഞു. നമ്മുടെ സച്ചി നേരെ ഈ മാലയും ആഭരണങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് ആദ്യം കുറച്ച് പൈസ അടയ്ക്കാനുണ്ടല്ലോ, ആ പൈസ കൊണ്ട് അടച്ചിട്ട് ഇത് വിറ്റാൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ആഭരണങ്ങളൊക്കെ കൈ പിടിച്ചിട്ട് പൈസ അടയ്ക്കാൻ വേണ്ടി പോവുക. എത്രയും പെട്ടെന്ന് ഓപ്പറേഷനുള്ള പൈസ അടയ്ക്കണമല്ലോ, അപ്പൊ അതടയ്ക്കാൻ വേണ്ടി പോവുക. പിന്നെ ബാക്കി ചെലവുകളും വേണം. അപ്പൊ അതിനാണ് ബാക്കി പൈസയൊക്കെ ഇനിയിപ്പോ സ്വർണം വിറ്റെടുക്കേണ്ടത്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ സച്ചി അങ്ങ് തിരിഞ്ഞപ്പോഴത്തേക്ക് രേവതി അവിടെ നിൽക്കുക. രേവതി പെട്ടെന്ന് അങ്ങ് മാറിക്കളഞ്ഞു കേട്ടോ. നമ്മുടെ രേവതിനെ കണ്ടിട്ടുണ്ടെ സച്ചിക്ക് ദേഷ്യമാകും, അത് വലിയ പ്രശ്നമാകുമെന്ന് രേവതിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് രേവതി പെട്ടെന്ന് അങ്ങ് ഒഴിഞ്ഞു മാറിപ്പോയത്. സച്ചി പോയ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് എത്തുകയാണ് കേട്ടോ. ശ്രീകാന്ത് ഹോസ്പിറ്റലിലേക്ക് ഓടി കിതച്ചെത്തുകയാണ്. അങ്ങനെ ചന്ദ്രയുടെയും സുധിയുടെയും ശ്രുതിയുടെ ഒക്കെ മുമ്പിലേക്ക് ശ്രീകാന്ത് ചോദിച്ചു, അമ്മേ എൻ്റെ അച്ഛൻ എന്താ പറ്റിയത്, അമ്മേ അച്ഛൻ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇത് കേട്ടത് നമ്മുടെ ചന്ദ്ര അങ്ങ് എണീറ്റിട്ട്, എടാ നീ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? എൻ്റെ ഭർത്താവിനെ കൊലയ്ക്ക് കൊടുത്തത് നീ ഒറ്റ ഒരുത്തനല്ലേടാ, അവളുടെ കൂടെ കൂടി നീ എന്തിനാടാ ഇതൊക്കെ ചെയ്തത്? അവള് പറയുന്ന വാക്കുകൾ കേട്ടിട്ട് നീ എന്തിനിതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് രേവതിനെ കുറ്റപ്പെടുത്താൻ. രേവതി ഇതെല്ലാം മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറയാം, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം പ്ലീസ്, ഞാൻ കാല് പിടിക്കാം, എനിക്ക് എൻ്റെ അച്ഛനെ ഒന്ന് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുധി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട്, മാറി നിൽക്കടാ അവിടെ നിന്ന്, നിന്നെ കണ്ടുപോകരുത്, നിന്നെ എൻ്റെ അച്ഛന് കാണണ്ട. അച്ഛൻ ഈ അവസ്ഥയിൽ എത്താൻ കാരണം നീയല്ലേടാ, ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ ഈ സമയത്ത്? നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ നിന്നെ അച്ഛൻ എത്രമാത്രം സ്നേഹിച്ചടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിലാണ് നമ്മുടെ സച്ചി അവിടെ വരുന്നത്. അങ്ങനെ സച്ചി വന്നതും പിന്നെ പറയാനുണ്ടോ, സച്ചിക്ക് ഒന്നാമത് മൊത്തം തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന സമയമാണ്. അതായത് എന്താ പറയുക, ഈ വിശന്ന് നിൽക്കുന്ന ഈ സിംഹത്തിന്റെ ഒക്കെ മുമ്പില് ഒരു മാനൊക്കെ വന്ന് ചാടുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കഥകളിലൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അതുപോലൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പം വേറെ ഒന്നും നോക്കാനില്ല, ആ ദേഷ്യം മുഴുവൻ, ആ അമർച്ചയൊക്കെ മുഴുവൻ നമ്മുടെ സച്ചി നേരെ ശ്രീകാന്തിന്റെ അടുത്ത് തീർക്കുക. നീ ഇറങ്ങിപ്പോക്കോണം, നിന്നെ കൺമുമ്പിൽ കണ്ടുപോകരുത്. അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ നിന്നെ കൊല്ലും, ഞാൻ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും. എൻ്റെ അച്ഛൻ്റെ അവസ്ഥ കണ്ട് ഞാൻ ഇവിടെ എത്രമാത്രം വിഷമിച്ചാ നിൽക്കുന്നതെന്ന് നിനക്കറിയാമോ? നീ ഒറ്റ ഒരുത്തനെ പോടാന്ന് പറഞ്ഞ് അടിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരനുണ്ടല്ലോ, കൂട്ടുകാരൻ അങ്ങ് കയറി തടഞ്ഞു കേട്ടോ. കൂട്ടുകാരൻ തടഞ്ഞിട്ട്, സച്ചി ഇത് ഹോസ്പിറ്റലാ, അത് നീ മനസ്സിലാക്കണം, ഈ പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്രൻ പറഞ്ഞു, എടാ സച്ചി നീ ഒന്നും മനസ്സിലാക്കടാ, ഹോസ്പിറ്റലാ ഇത്, അതുമല്ല ഇതുപോലെ ഒരു തല്ലുണ്ടാക്കിയിട്ടാ നിന്റെ അച്ഛന് എന്നിങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് ശ്രീകാന്ത്, അച്ഛൻ എന്താ പറ്റിയത് നിങ്ങളൊന്ന് പറ. അച്ഛാന്ന് വിളിക്കരുത്, നിന്റെ അച്ഛനല്ല ഹോസ്പിറ്റലിന്റെ അകത്ത് കിടക്കുന്നത്, ഐസിയിൽ കിടക്കുന്നത് നിന്റെ അച്ഛനല്ല, എൻ്റെ ഈ നിൽക്കുന്ന സുധിയുടെ അച്ഛനാ. അതുകൊണ്ട് നിനക്കിവിടെ അർഹതയില്ല, ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പിടിച്ച് നമ്മുടെ ശ്രീകാന്തിനെ തള്ളി വിടുകയാണ് കേട്ടോ. വല്ലാത്തൊരവസ്ഥ. അങ്ങനെ ശ്രീകാന്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരൻ ചെന്നിട്ട്, എങ്കിലും എന്തിനാടാ നീ ഇതൊക്കെ ചെയ്തത്, വല്ലാത്തൊരു ക്രൂരതയായി പോയല്ലോ, എന്തുമാത്രം നിന്നെ സ്നേഹിച്ചതാടാ അയാള്,
നിന്നെ എത്രമാത്രം ബഹുമാനിക്കുകയും നിന്നെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്തു. ഈ മക്കളിലൊക്കെ ഏറെ കൂടുതൽ പ്രതീക്ഷ നിന്നിലായിരുന്നു ഉണ്ടായിരുന്നു. ഒരു നിമിഷം കൊണ്ടല്ലേടാ നീ അതൊക്കെ തകർത്ത് കളഞ്ഞത് എന്ന് ചോദിച്ച് രവീന്ദ്രന്റെ കൂട്ടുകാരനും കുറ്റപ്പെടുത്തി കേട്ടോ. ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രീകാന്തിന് അവിടെ നിൽക്കാൻ പിന്നെ പറ്റിയില്ല. നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയാണ്. ഒരു നിവർത്തിയില്ല, ശ്രീകാന്തിനെ കാണിക്കില്ല, ഉറപ്പായിട്ട് നമ്മുടെ സച്ചി കാണിക്കും. ഇതുവരെ രേവതിനെ കാണിച്ചിട്ടില്ല, പിന്നെ ആ കുറ്റങ്ങളെല്ലാം ചെയ്ത ശ്രീകാന്തിനെ. ഏതായാലും നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് ഭയങ്കര വിഷമിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രനെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഐസിന്റെ അകത്തുനിന്ന് ഇറക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ഐസിന്റെ അകത്തുനിന്ന് നമ്മുടെ രവീന്ദ്രനെ ഇറക്കിക്കൊണ്ട് വരുന്ന ആ ഒരു സമയത്ത് സച്ചിയും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയും സുധിയും ശ്രുതിയും ഒക്കെ കരയുകയാണ്. അങ്ങനെ സച്ചിയാണെങ്കിൽ അച്ഛ ഒന്നുമില്ല അച്ഛ, അച്ഛന് പ്രശ്നമൊന്നുമില്ല അച്ഛ, എൻ്റെ അച്ഛനെ എനിക്ക് തിരിച്ചു കിട്ടും അച്ഛ, പഴയ അച്ഛനായിട്ട് തന്നെ എനിക്ക് തിരിച്ചു കിട്ടും അച്ഛ, എൻ്റെ അച്ഛന് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തൊട്ട് തലോടിയൊക്കെ പറഞ്ഞു വിടുകയാണ്. അപ്പൊ ഇതും നമ്മുടെ രേവതി കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രേവതി വല്ലാതെ ഇങ്ങനെ നിന്ന് ആ ഭിത്തിയിലേക്ക് ഇങ്ങ് ചാരി നിന്നിട്ട് എനിക്കിതൊക്കെ കാണേണ്ട ഒരു ഗതികേട് വന്നല്ലോ, ഞാൻ എന്ത് പാപമാ ഞാൻ ചെയ്തത്, ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്ക് അറിയില്ലല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് പൊട്ടി കരഞ്ഞിട്ട് നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ അമ്പലത്തിലേക്ക് ചെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലും വരുത്തിയാലും പ്രശ്നമില്ല, ഒരു ഉപയോഗം ഇല്ലാത്ത ഞാന്, ആർക്ക് വേണ്ടാത്ത ഞാന്, എന്നെ അങ്ങ് എടുത്തൂടെ നിനക്ക്? എന്തിനാ എന്നെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണത്? എന്നെ എടുത്തൂടെ നിനക്ക്? എന്തിനാ ആ മനുഷ്യനെ, പാവമായ ഒരു മനുഷ്യൻ, പച്ചയായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ എന്തിനാ ദൈവമേ നീ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? എന്തിനാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഒരു ദയയില്ലാതെ നീ എന്താ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? ഞാൻ ചെറുപ്പം മുതലേ അനുഭവിച്ചത് ആ വേദനകൾ ഒരുപാട്. അതുകൊണ്ട് എന്ത് വേദന എനിക്ക് തന്നാലും ഞാൻ താങ്ങിക്കോളാം. പക്ഷെ എൻ്റെ ഭർത്താവിനും എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും ഒന്നും ഒരു ആപത്തും വരുത്താതെ അവരെ നീ രക്ഷിക്കണം. എനിക്കിതല്ലാതെ വേറെ ഒന്നും നിന്നോട് പറയാനില്ല. എൻ്റെ ഭർത്താവ് കണ്ടില്ലേ, സ്വന്തമായിട്ട് മേടിച്ച വണ്ടി, അതും എന്താ പറയുക, പെട്ടെന്ന് തന്നെ വിൽക്കേണ്ടി വന്നു, അതും ഒരു ലാഭവും ഇല്ലാതെ വിറ്റു. ഇതൊക്കെ ഞാൻ കാരണമാണല്ലോ എന്നോർത്തിട്ട് എനിക്ക് വയ്യ ഈശ്വര, ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് വല്ലാത്ത കരച്ചിലും പറക്കലും ഒക്കെയാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും കൂടി വരുന്നത് അമ്പലത്തില്. അങ്ങനെ പെട്ടെന്ന് ചന്താന്നായിപ്പോയി, ഒത്തിരി നാളായി ചന്താന്ന് ഇങ്ങനെ വന്നിട്ട്. നേരത്തെ ഇടയ്ക്കിടയ്ക്ക് ചന്താന്ന് വരുമായിരുന്നു. അപ്പം ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നത് രേവതി കാണും. അപ്പം പെട്ടെന്ന് ഇവർ വന്നപ്പോഴത്തേക്ക് രേവതി അങ്ങ് മാറി കേട്ടോ. അല്ലെങ്കിൽ രേവതിനെ കാണും, പിന്നെ അവിടെ വലിയ പ്രശ്നമൊക്കെ ആകും. അങ്ങനെ നമ്മുടെ ചന്ദ്രയും ശ്രുതിയും കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചന്ദ്ര സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രയുടെ ഈ ഒരു മുഖം നമ്മൾ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്, മുഖമല്ല മുഖം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അത്രയ്ക്കും സങ്കടം നിറഞ്ഞ മനസ്സുരുകി ദൈവത്തിന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. ആർക്ക് വേണ്ടി? രവീന്ദ്രന് വേണ്ടി. ചന്ദ്ര ആകെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ രേവതിക്ക് ഗുണം പിടിക്കരുതേ, രേവതി നശിച്ചു പോണേ എന്നൊക്കെയാണല്ലോ. അതുമാത്രമാണല്ലോ പറയാനുള്ളത്, എൻ്റെ സുതിമോന് നല്ല ജോലി കിട്ടണേ എന്നൊക്കെ. പക്ഷെ ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എൻ്റെ ഭർത്താവിനെ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് രേവതിക്ക് കൂടുതൽ സങ്കടം വന്ന് രേവതി ഇങ്ങനെ വിങ്ങി പൊട്ടി കരയുകയാണ്. അപ്പൊ രേവതി ഇവർ വരുന്നതനുസരിച്ച് രേവതി ഇങ്ങനെ മാറി പോവുക. അതായത് രേവതി തൊഴുതിട്ട് അങ്ങ് പോകുമ്പോഴത്തേക്കും അവിടെ തൊഴാൻ വേണ്ടി ഇവർ വരും. അങ്ങനെ ആ ഒരു ശ്രീകോവിലിൽ നിന്നും ഇങ്ങനെ മാറി പോവുകയാണ് കേട്ടോ നമ്മുടെ രേവതി. അതിനിടയിൽ നമ്മുടെ രേവതിനെ കുറിച്ചും പറയുന്നുണ്ട്, അവൾ ഒറ്റ ഒരുത്തി കാരണം എൻ്റെ ഭർത്താവിന് ഈ ഒരു ഗതി അവസ്ഥ വന്നത്. എൻ്റെ ശ്രീകാന്ത് അവൻ നല്ലൊരു പയ്യനായിരുന്നു, അവനെ പിഴപ്പിച്ചത് അവൾ ഒറ്റ ഒരുത്തിയ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ രേവതിനെയും ചൊല്ലി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും ചന്ദ്രയുടെ വിചാരം രേവതിയും കൂട്ടുനിന്നാണല്ലോ. ചന്ദ്രയുടെ എല്ലാവരുടെയും വിചാരം അങ്ങനെയാ. സാക്ഷിയായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രേവതി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അബദ്ധം പറ്റി പോയതാ, അല്ലെങ്കിൽ പിന്നെ ഞാൻ അറിയാതെ ചെയ്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കേൾക്കുമോ? സാക്ഷിയായിട്ട് ഒപ്പുവെക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിക്കും അതിനോട് താല്പര്യം ഉണ്ടെന്നേ ഓർക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്രയും ശ്രുതിയും സച്ചിയും ഒക്കെ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രവീന്ദ്രനെ ഇറക്കിക്കൊണ്ട് വരികയാണ്. എന്നിട്ട് ഡോക്ടർ പറയുകയാണ് സക്സസ് ആയി, ഇനിയിപ്പം അയാൾക്ക് പ്രശ്നമൊന്നുമില്ല, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പം പതുക്കെ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോകാന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം രേവതി അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നായിരുന്നേ, അമ്പലത്തിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ നമ്മുടെ രേവതി തിരിച്ചു വന്ന് ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുക. അപ്പോഴത്തേക്കും അവിടെ ഒരു സിസ്റ്റർ പറഞ്ഞ് ഈ മരുന്നൊക്കെ അത്യാവശ്യം മേടിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിയുടെ കൈ കൊടുത്തു. സച്ചി ആ മരുന്ന് മേടിക്കാനും പോയി. നമ്മുടെ സുധി അങ്ങോട്ടേക്ക് മാറിയും പോയിട്ടോ. പിന്നെ അവിടെ ഉള്ളത് വേറെ ആരുമല്ല,
രവീന്ദ്രന്റെ കൂട്ടുകാരനാ. പെട്ടെന്ന് വരികയാണ് രേവതി. വന്നിട്ട് പറയാ, അങ്കിളെ ഞാൻ അച്ഛനെ ഒന്ന് കയറി കണ്ടോട്ടെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും രേവതി, നിന്നെക്കുറിച്ച് ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല മോളെ, എന്തിനാ മോളെ നീ ഇങ്ങനെ ഒരു ചതി ചെയ്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി കാര്യങ്ങളൊക്കെ തുറന്നു പറയാം. ഞാൻ ഒരിക്കലും ആരെയും ചതിച്ചിട്ടില്ല അങ്കിളെങ്കിലും ഒന്ന് വിശ്വസിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും ആ കല്യാണമാണെന്ന് പറഞ്ഞല്ല ആ അമ്പലത്തിലേക്ക് ചെന്നത്. എന്നെ സത്യത്തിൽ ശ്രീകാന്ത് പെടുത്തിയത് അങ്കിളെ. ഒരിക്കലും ഞാൻ എൻ്റെ ഭർത്താവിനോ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനോ എതിരായിട്ട് ഒന്നും ചെയ്യില്ലെന്ന് അങ്കിളിനെ അറിയാലോ. ഞാൻ ഇതുവരെ അങ്ങനെ ആഗ്രഹിച്ചിട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടോ ഒന്നുമില്ല. ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത് ദേ ആ കിടക്കുന്ന മനുഷ്യനെ. അതുകൊണ്ട് ഞാൻ ഒന്ന് കയറി കണ്ടോട്ടെ, ഒരു നോക്ക് കണ്ടോട്ടെ അങ്കിളെ ഒന്ന് കാണിക്കാം അങ്കിളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്കിൽ പിന്നെ മോളൊരു കാര്യം ചെയ്യുക, പെട്ടെന്ന് കയറിയിട്ട് കണ്ടിട്ട് വാ, ഞാൻ ഏതായാലും ഇവിടെ നിൽക്കാം, ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ ഫോൺ വിളിക്കും, അപ്പം തന്നെ വരണമെന്ന് പറഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട് അങ്കിളെ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി രവീന്ദ്രനെ കാണാൻ വേണ്ടി കയറി അകത്തേക്ക് പോവുകയാണ്. ഏതായാലും രവീന്ദ്രൻ ഇങ്ങനെ കിടക്കാൻ കേട്ടോ, ബോധമില്ലാത്തൊരവസ്ഥയിലാണ് രവീന്ദ്രൻ ഉള്ളത്. അപ്പം രവീന്ദ്രൻ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ രവീന്ദ്രൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛ, എല്ലാവരും കൂടെ എന്നെ ഇപ്പം പ്രതിയാക്കുന്നത് നോക്കിക്കോ, എൻ്റെ അച്ഛനൊരാപത്തും വരുത്തില്ല, അതെ അച്ഛൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് വന്നോട്ടെ, പിന്നെ ഇത് ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതങ്ങോട്ട് കൊടുക്കുകയാണ് കയ്യിൽ കെട്ടാൻ വേണ്ടി കൊടുക്കുകയല്ല, കെട്ടി കൊടുക്കുവാണ് കേട്ടോ ആ ഒരു ചരട്. അങ്ങനെ ആ ചരട് കെട്ടി കൊടുക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ഒക്കെ വരികയാണ്. ഏതായാലും ചന്ദ്രയും ശ്രുതിയും വരുന്നു, ഇവിടെ ചരട് കെട്ടിക്കൊടുക്കുന്നു. ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും പിടിക്കില്ല. അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരൻ രേവതിയെ വിളിച്ചു പറയും, പെട്ടെന്ന് വന്നോളാൻ പറയും. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇറങ്ങി നമ്മുടെ രേവതി ഓടൂട്ടോ ആ ഒരു ചരട് കെട്ടി കൊടുത്തിട്ട്. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണണം. അപ്പൊ രാവിലെ നമ്മൾ കറക്റ്റ് 6:50 ആകുമ്പോൾ ഫുൾ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇത് കഴിയുമ്പം ഒരു 9:30 ആകുമ്പം നയനയുടെയും ആദർശിന്റെയും നാളത്തെ പ്രമോ വിശേഷമായിട്ട് കാണാം കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ID ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കമന്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID-യുടെ ലിങ്കാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് പോയി നോക്കണേ, എന്നിട്ട് ഫോളോ ഒക്കെ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.